തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 14 അധ്യായം 9 ആണ് ഇന്ന്. 9, 9, 10, 11, 12 ഇന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു. വചനാമൃതത്തിൽ ഈ ഭാഗം പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത് സംസാരികളായ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് എന്തെങ്കിലും മാർഗമില്ലേ എന്ന ചോദ്യമാണ്. അതിനുള്ള വഴിയൊന്നുമില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായി ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭക്തി എന്ന് പറയും അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള സാധനാക്രമങ്ങൾ ശീലിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഉദ്ദേശിക്കുന്ന പോലെ വിജയിക്കണമെന്നില്ല. മുൻപും നമ്മൾ ഈ വിഷയം വചനാമൃതത്തിലുടനീളം ഈ ഭാഗങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിൽ അതിനെ വിവിധ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഭഗവാൻ അത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരേ വിഷയം തന്നെ പല രൂപത്തിൽ വിശദീകരിക്കുക, അതാണ് വചനാമൃതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയും. അതാണ്, ഒരു മാർഗമല്ല, ഭഗവാൻ നിരവധി മാർഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഓരോ തരത്തിലുള്ള മാർഗങ്ങളെയും ഓരോ തരത്തിൽ നമുക്ക് ബോധ്യപ്പെടാനായിട്ട്, ഭക്തന്മാർക്ക് ബോധ്യപ്പെടാനായിട്ട് അത് വിശദീകരിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഭാഗത്ത് വന്നപ്പോൾ അത് ബ്രഹ്മസമാജ അംഗങ്ങളിൽ പ്രമുഖരായ 2 പേരെ ഫോക്കസ് ചെയ്യുകയാണ്. കാര്യം അതിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന തരത്തിലുള്ള 2 പേരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അല്ലെങ്കിൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഒരു ജന്മം എങ്ങനെ പരിഭാഗപ്പെടുത്താം എന്ന് ഭഗവാൻ മറ്റൊരു തരത്തിൽ ഇവിടെ വിശദീകരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. ഏതാണ് ആ രീതി എന്ന് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ തുടക്കത്തിൽ അധ്യായം കഴിഞ്ഞ തവണ നമ്മൾ അധ്യായം 8 അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അധ്യായം 9 ആണ് ഇത്തവണ. സന്ധ്യയ്ക്ക് ശേഷം കൽക്കത്തയിലുള്ള കംസാരിപ്പാറയിലെ ഹരിസഭാ ഭക്തന്മാർ വരുന്നു. ഭഗവാനെ കാണാനായിട്ട് ദക്ഷിണേശ്വരത്തേക്ക് പലതരത്തിലുള്ള ആളുകൾ വരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഈശാനൻ കയറി വരികയാണ്. ഈശാനനെ നമ്മൾ ഇതിനു മുമ്പ് 1-2 തവണ ഈശാനെക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ഈശാനൻ ഈ സന്ദർഭത്തിൽ ഈശാൻ്റെ പ്രധാന ചോദ്യങ്ങളിലൊന്ന് ഗായത്രി പുരസ്ചരണത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പും ഒരധ്യായത്തിൽ കുറച്ചു മുമ്പ് ഈശാനൻ ഇതേ ഗായത്രി പുരസ്ചരണം തന്നെയാണ് ഭഗവാനോട് ചോദിച്ചത്. അന്നും ഭഗവാൻ ഇതിന് ഉത്തരം പറഞ്ഞതാണ്. അതാണ്, ഒരേ കാര്യം തന്നെ പലതരത്തിൽ ഭഗവാൻ പല പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഗായത്രി പുരസ്ചരണവും ഈശാനുമായിട്ടുള്ള ചർച്ച. അപ്പം അന്ന് ഗായത്രി പുരസ്ചരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് അത് 1,00,000 തവണ അല്ലെങ്കിൽ 1,00,00,000 തവണയൊക്കെ ഒരു ദിവസം ജപിക്കുന്നതാണ് ഗായത്രി മന്ത്രം. അതാണ് ഗായത്രി പുരസ്ചരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സാധനാക്രമം ഉദ്ദേശിക്കുന്ന അതാണ്. ഒരു ദിവസം എത്രത്തോളം ജപിക്കാമോ, ഗായത്രി മന്ത്രം എത്രത്തോളം ജപിക്കാമോ,
ഈശാനൻ അത് ജപിക്കാൻ ശ്രമിക്കുന്നത് രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഗായത്രി മന്ത്രം ജപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല. ഈ 1,00,000 തവണയോ അല്ലെങ്കിൽ അത്രയ്ക്കും എണ്ണം 1,00,000 കണക്ക് പറയുന്നുണ്ട് ഇതിനകത്ത് ഈശാനൻ്റെ ജപ സാധനയുടെ കണക്കെടുത്തത്. അപ്പോൾ 1,00,000 തവണ ഒരു ദിവസം ജപിക്കുന്നു, അല്ലെങ്കിൽ 1,00,00,000 തവണ ഒരു ദിവസം ജപിക്കുന്നു. അപ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ രാവിലെ ജപത്തിനിരുന്നാൽ ചിലപ്പോൾ 4 മണിയൊക്കെ ആവും ഇത് ജപിച്ചു തീരുമ്പോൾ. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അത്തരം, അതായത് ഒരു സാധനയുടെ ഏറ്റവും കഠിനമായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഗായത്രി പുരസ്ചരണത്തിലൂടെ പറയുന്നത്. അപ്പം ഭഗവാൻ അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കടുത്ത ഒരു സാധനയുടെ വശത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ഇവിടെ ഈശാനൻ ഇവിടെ ഈ അധ്യായങ്ങളിൽ വിവരിക്കുന്നത് എത്രത്തോളം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഘൂകരിക്കാൻ പറ്റും, സാക്ഷാത്കാരത്തിനുള്ള വഴി എത്രത്തോളം ലഘൂകരിക്കാമെന്നാണ് ഇവിടെ ചർച്ച. ഏത് മാർഗം സ്വീകരിച്ചാലും ഈശ്വര സാക്ഷാത്കാരത്തിനാണ് പ്രധാനം. അത് ഭഗവാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, ഈശ്വര പ്രേമം നിങ്ങളിൽ എത്രമാത്രം ഉണ്ടെന്നാണ്. അല്ല 1,00,00,000 തവണ ഈശ്വര ഗായത്രി പുരസ്ചരണം ചെയ്തതുകൊണ്ട് ഈശ്വര പ്രേമം വർദ്ധിക്കണമെന്ന് കണക്കൊന്നുമില്ല. അതൊന്നും ഈശ്വരൻ്റെ കണക്കിൽ പെടില്ല. ഈശ്വരൻ കണക്കിലെടുക്കുന്നത് ഒരു നേരം, ഒരു സമയത്ത്, ഒരു ദിവസം, ഒരു പ്രാവശ്യം നാമം ജപിക്കുകയാണെങ്കിൽ ഒരു തവണ ജപിക്കുന്നതിനെയാണ്. അതൊരു പക്ഷെ നമ്മുടെ എല്ലാ പ്രാരാബ്ധ ദുഃഖങ്ങളെയും ആ ഒറ്റ തവണ കൊണ്ട് പരിഹരിക്കപ്പെടും. നമ്മളത് മുമ്പ് കഥയൊക്കെ പറഞ്ഞതാണ്. ഇതേ ടോപ്പിക്ക് വചനാമൃതത്തിൽ ഇതിനു മുമ്പും ചർച്ച ചെയ്തു വന്നത് ഇതേ ഈശാനൻ തന്നെയാണ് ചർച്ച ചെയ്തത്. അപ്പം ഇവിടെ എന്താണ് ഒരു മാറ്റം ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാവശ്യം എന്താണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞ കാര്യം ഈശാനോടാണ് പറഞ്ഞത്, നിങ്ങളുടെ മനോഗതം പോലെ ചെയ്യേ. ഇനിയിപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരാളോട് എന്തൊക്കെ തരത്തിൽ പറഞ്ഞിട്ടും അയാൾക്കത് പൂർണ്ണമായ ബോധ്യം വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഈശാനോട് പറഞ്ഞു, നിങ്ങളുടെ മനോഗതം പോലെ അങ്ങ് ചെയ്യേ. ഇനി മനസ്സിൽ സംശയമൊന്നുമില്ല, അതായത് പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിൽ സംശയമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിനി ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. പക്ഷെ ഭഗവാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ്? ഓരോ തവണ പറയുമ്പോഴും, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഭഗവാൻ പറയുമ്പോഴും എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ചെയ്ത് പറയാവുന്ന ഒരു കാര്യം കൂടെ പറയും. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യൂ, നിങ്ങൾ എന്ത് വേണം ചെയ്തു, ഒന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണ്, വൈദിക മാർഗം കലികാലത്തിന് യോജിച്ചതല്ല. ഭഗവാൻ പറഞ്ഞു, വൈദിക മാർഗം കലികാലത്തിന് യോജിച്ചതല്ല. ഈ കാലത്തിൽ ഫലിക്കുന്നത് തന്ത്രമാണ്, വൈദിക മാർഗമല്ല, തന്ത്രമാണ് ഈ കലികാലത്തിൽ ഫലിക്കുന്നത്. ആ വാക്കിനൊക്കെ പ്രത്യേകതയുണ്ട്. കലികാലത്തിൽ, അതായത് മന്ത്രമാണ് അനുയോജ്യം എന്നല്ല പറയുന്നത്, അല്ല തന്ത്രമാണ് എന്ന് അനുയോജ്യം എന്നല്ല പറഞ്ഞത്, തന്ത്രമാണിപ്പോൾ ഫലിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നേരത്തെ പറഞ്ഞു, വൈദിക കർമ്മവും താന്ത്രിക കർമ്മവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു ഘടന വരുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. മന്ത്രജപത്തിൻ്റെ ഇത്ര ആവർത്തി എന്ന കണക്കാണ് നേരത്തെ ഈ വൈദിക കർമ്മങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത്. അതാണ് ഗായത്രി പുരസ്ചരണത്തിൻ്റെ ഉദാഹരണം, അല്ലെങ്കിൽ ആ ഗായത്രി പുരസ്ചരണത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിൻ്റെ പ്രധാന ഘടകം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 1,00,00,000 തവണ ജപിക്കുന്നു ഒരു ദിവസം എന്നുള്ള ആ കാര്യം. അപ്പോൾ വൈദികം എന്നുള്ളത് ജനനം മുതൽ ആചരിക്കേണ്ട ഒരു ജീവിതചര്യയാണ്. അതൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് എടുത്ത്
എന്നാൽ ഒരു വൈദിക കർമ്മത്തിലേക്ക് കടന്നേക്കാമെന്ന് ഒരാൾ വിചാരിക്കുന്ന പോലെ അല്ലത്. അത് ഒരാളുടെ ജനനം മുതൽ ആചരിക്കേണ്ട ഒരു ജീവിതചര്യയാണ് വൈദിക കർമ്മം. അതിൻ്റെ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. കേട്ട് ചൊല്ലി പഠിച്ച് ശ്രുതികളിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അത് ജനനം മുതൽ ശീലിക്കണം എന്ന് പറഞ്ഞത്. ലൗകിക സംബന്ധിയല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വൈദിക കർമ്മത്തിൻ്റെ പ്രത്യേകത അത് ലൗകിക സംബന്ധിയല്ല. ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമല്ല വൈദിക കർമ്മത്തിനുള്ളത്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഇത് പ്രാവർത്തികമല്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയാൻ കാരണം. കലിയുഗത്തിൽ വൈദിക കർമ്മങ്ങൾ പ്രാവർത്തികമല്ല. അതേസമയം തന്ത്രം എന്നത് ധ്യാനത്തിൻ്റെ മാർഗമാണ്. തന്ത്രം ധ്യാനത്തിൻ്റെ ഒരു മാർഗമാണ്. തന്ത്രശാസ്ത്രത്തിന്, ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വ്യാപ്തിയുണ്ട്. തന്ത്രശാസ്ത്രത്തിന് പല തരത്തിലുള്ള ഘടനകൾ നമുക്ക് അനുയോജ്യമായ തരത്തിലോ അല്ലെങ്കിൽ മനസ്സിൻ്റെ താല്പര്യമനുസരിച്ചോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചോ ഒക്കെ സ്വീകരിക്കാവുന്ന ഒരുപാട് പിരിവുകൾ ഈ തന്ത്രത്തിനുണ്ട്. ഈ തന്ത്രത്തിലാണ് നമ്മൾ ഈ സാധാരണ കേൾക്കുന്ന ജ്യോതിഷം, തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം, എന്തിന് ചിത്രകല, കലകളെല്ലാം, ചിത്രകല, പിന്നെ ക്ഷേത്ര പ്രതിഷ്ഠ കർമ്മങ്ങൾ, പ്രതിഷ്ഠ അതിനോടനുബന്ധിച്ച ക്ഷേത്രപ്രതിഷ്ഠയോടനുബന്ധിച്ച ചടങ്ങുകൾ, ഇതെല്ലാം താന്ത്രിക വിധിപ്രകാരമാണ് നടക്കുന്നത്. അതാണ് കലിയുഗത്തിൽ ഇപ്പം നടന്നു വരുന്നതും കലിയുഗത്തിൽ അതാണ് പ്രാധാന്യം കൊടുത്തു വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് കലിയുഗത്തിൽ പ്രാധാന്യം വരുന്നത്. ഭഗവാൻ ഇത് പറയുന്നത് 1883 ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ താന്ത്രിക ഘടനയിൽപ്പെട്ട കലിയുഗത്തിന് അനുയോജ്യമായതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. പുതിയ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു, പുനഃപ്രതിഷ്ഠകൾ ഉണ്ടാകുന്നു, ക്ഷേത്ര ചടങ്ങുകൾക്കൊക്കെ വലിയ വൈപുല്യം സംഭവിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ അനുദിനം നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് താന്ത്രിക വിധിപ്രകാരമുള്ള ഘടനകൾക്കാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഈ താന്ത്രിക വിധിയിലാണ്. അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്നിടത്താണ് മുഴുവനും ഇന്ന് കാണുന്ന തർക്കങ്ങൾ വരെ കാണുന്നത്. നമ്മൾ ഇന്ന് പരസ്പരം വാർത്തകളിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളുടെയും താന്ത്രിക വിധിപ്രകാരം നടക്കുന്ന കാര്യങ്ങളിലുള്ള തർക്കങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ, അല്ലെങ്കിൽ അത് ചെയ്യാമോ, ഇതൊന്നും വൈദിക കർമ്മത്തിൽപ്പെട്ടതല്ല. വൈദിക കർമ്മം എന്ന് പറയുന്നത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അതിന് ലൗകികമായ ഒന്നിനോടും ബന്ധമില്ല. അതൊരു ആചാരം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ജന്മലാനുള്ളൊരു ആചാര ഘടനയാണ്. പക്ഷെ തന്ത്രങ്ങൾ അങ്ങനെയില്ല. അതിങ്ങനെ പല ഘടനയിൽ മാറി നിൽക്കും. അതുകൊണ്ടാണ് ഈ തർക്കങ്ങളുണ്ടാകും, അതിന് ചോദ്യങ്ങളുണ്ടാകും, അതിനനുസരിച്ചുള്ള പ്രതിഷേധങ്ങളുണ്ടാകും. ഇതെല്ലാം തന്ത്രത്തിൽ വരുന്നതാണ്. താന്ത്രികമായ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ചിലപ്പോൾ കുഴപ്പത്തിലും ചെന്നുപെടും. അതൊക്കെ ലൗകിക പ്രശ്നങ്ങളാണ്. വളരെയധികം ഗഹനമായ ഒരു വിഷയമാണ്, വളരെ ഗഹനമാണ്. ഈ രണ്ട് ആസ്പെക്റ്റിലും കൂടെ പറയുന്നത് വളരെ ഗഹനമായ ഒരു വിഷയത്തെയാണ് ഭഗവാൻ ഇവിടെ ഈ ഒരു ചെറിയ ഒരു പോർഷനായിട്ട്, ഈ ഈശാന്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ചെറിയൊരു പോർഷനാണ്. പക്ഷെ അതൊരു വലിയ ആഴത്തിലുള്ളൊരു വിഷയത്തെയാണ് ഭഗവാൻ. പക്ഷെ അത് 1-2 വാക്കുകളിൽ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കലിയുഗത്തിൽ നിങ്ങൾ താന്ത്രികപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുള്ളൂ, അതാണ് സാധ്യതയുള്ളൂ, അതിനാണ് പ്രാധാന്യം. പിന്നെ വരുന്നത് ഭഗവാൻ ഇവിടെ അത് കഴിഞ്ഞ് പറയുന്നത്, ഇതിനെ എങ്ങനെയാണ് ഒരൊറ്റ വാക്കിൽ ഒതുക്കുന്നതെന്ന് നോക്കാം. ഇത്രയും വലിയ വിഷയമാണിത്. അതിനെ ഒറ്റ വാക്കിൽ ഭഗവാൻ എങ്ങനെയാണ് ഒതുക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞ ഒരു പച്ച സംസാര ഭാഷ, പച്ച മലയാളം എന്ന് പറയാൻ പറ്റില്ല, പച്ച
പച്ച ഭാഷയിൽ, പച്ച ബംഗാളിയിൽ, ഭഗവാന്റെ കൊളോക്കിയൽ ഭാഷയിൽ, നമ്മൾ പറഞ്ഞാൽ ഒരു കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പച്ച മലയാളത്തിൽ ഭഗവാൻ പറഞ്ഞത്, ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈശ്വരനാണ് എന്ന് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. നമുക്ക് വളരെ സിമ്പിളാണത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിന്തിക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ ബൗദ്ധിക തലത്തിൽ സാധിക്കുന്നില്ല. ഇതെല്ലാം ചെയ്യിക്കുന്നത് നീ നിന്റെ വേലകൾ ചെയ്യുന്നു. ഒരു കവിതയായിട്ടാണ് അതിവിടെ പറഞ്ഞത്. നീ നിന്റെ വേലകൾ ചെയ്യുന്നു, നീ നിന്റെ വേലകൾ ചെയ്യുന്നു. നീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈശ്വരനെയാണ്. അപ്പം എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ പിന്നെ തർക്കമില്ല. എന്തുകൊണ്ട് തർക്കമുണ്ടാകുന്നു എന്നുള്ളത് രണ്ടാമത്തെ വരിയിൽ പറയുന്നു. മാനവർ മേനി നടിക്കുന്നു. നീ നിന്റെ വേലകൾ ചെയ്യുന്നു. ഈശ്വര, അങ്ങയുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മാനവരെന്ത് ചെയ്യുന്നു? ഈ ലൗകികരെന്ത് ചെയ്യുന്നു? മേനി നടിക്കുന്നു. എന്നിട്ടൊരു വാക്കുകൂടെ ഉണ്ട്, മാനിയാതെ. അപ്പോൾ മാനിയാതെ എന്ന വാക്ക് എന്തിനോട് കണക്ട് ചെയ്യേണ്ടതാണ്? നീ നിന്റെ വേലകൾ ചെയ്യുന്നു എന്നുള്ള പരമാർത്ഥത്തെ മാനിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ, ഈശ്വരനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മാനവർ മേനി നടിക്കുന്നു. ഈ മേനി നടിക്കൽ കൊണ്ടാണ് ഈ തർക്കം മുഴുവൻ ഉണ്ടായത്. വളരെ സിമ്പിളായിട്ട് ഉത്തരം തന്നു കഴിഞ്ഞു. ഇനി ഇതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ഉത്തരം ഇനി ഇല്ല. ഇതിനകത്ത് ഒരാൾ ഒരു പണ്ഡിതനും ഇനി തർക്കിക്കണ്ട. എല്ലാം അവിടെ നിന്നാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ നീ നിന്റെ മേനി നടിച്ചുകൊണ്ടിരുന്നാൽ നീ ഈ തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നിട്ട് ആ സർവ സംശയങ്ങൾ ഈ തർക്കത്തിൽ തീർത്തുകൊണ്ട് ഒരാൾ എങ്ങനെയെന്ന് ഭഗവാൻ ഇവിടെ ഒരു മനോഹര ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈശ്വരൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പം ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്പബുദ്ധികളായ നമുക്കിത് മനസ്സിലാവില്ല. അതെങ്ങനെ എല്ലാം ഈശ്വരൻ ചെയ്യുന്നു, നമ്മളൊന്നും ഇതിനകത്ത് ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് അപ്പോൾ ഭഗവാൻ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് തരികയാണ്. വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ തരുന്നത്. ഒരു കാര്യം അതാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വേദങ്ങളോ വൈദിക പാഠങ്ങളോ അല്ലെങ്കിൽ താന്ത്രിക പാഠങ്ങളോ വളരെ കടുകട്ടിയായി നിങ്ങളുടെ മുമ്പിൽ കുറേ സംസ്കൃത ശ്ലോകം ചൊല്ലി അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, ഇതെല്ലാം ഈശ്വരനാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാതെ നീ സ്വയം മേനി നടിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ ചെയ്യുന്നതിനെ എങ്ങനെ ഈശ്വരൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പിക്ചറൈസേഷൻ, ഒരു ചിത്രം വരച്ചാൽ, അല്ലെങ്കിൽ ഒരു സിനിമ പിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ആ രംഗത്തെ ഷൂട്ട് ചെയ്താൽ നമ്മുടെ മനസ്സിൽ തറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥ വരുന്നത്. എന്താണ് ഭഗവാൻ അവിടെ പറഞ്ഞത്? അനുകൂലമായ കാറ്റ് വീശുന്നു. ആ പിക്ചറൈസേഷൻ്റെ മനോഹാരിത കണ്ടില്ലേ? ഈശ്വര ദർശനമാണ് ഉണ്ടാകേണ്ടത്. ഈശ്വര ദർശനമാണ് ഈ മേൽപ്പറഞ്ഞ 2 വരികൾക്കുള്ളിൽ നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ഈശ്വര ദർശനമാണ്. അങ്ങനെ ഒരു ഈശ്വര ദർശനമുണ്ടായാൽ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഇരിക്കേണ്ടത്? ഈ സർവ്വ സംശയങ്ങളും അടങ്ങണം ഈ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ അനുകൂലമായ ഒരു കാറ്റ് വീശുന്നു. അനുകൂലമായ കാറ്റ് കിട്ടിയാൽ വഞ്ചിക്കാരൻ എന്തു ചെയ്യും? പായ നിവർത്തിക്കെട്ടും. എന്നിട്ട് അമരവും മെല്ലെ പിടിച്ചുകൊണ്ട് അനുകൂലമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അനുകൂലമായ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വഞ്ചിക്കാരൻ എന്താണോ ചെയ്യുന്നത്,
ഒരു സാധനാക്രമത്തിലാണ്. അപ്പോൾ നമ്മളൊരു സാധനാക്രമമാകുന്ന പുഴയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക, അല്ലെങ്കിൽ കടലിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. സംസാര സാഗരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തിരകളും ചുഴികളും എല്ലാമുള്ള സംസാര സാഗരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അനുകൂലമായ കാറ്റ് വരികയാണെങ്കിൽ, എന്താണ് ഈ അനുകൂലമായ കാറ്റ്? നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം ദർശനങ്ങൾ. അപ്പം ഈശ്വരനെക്കുറിച്ചുള്ള ദർശനങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അതിന് ആ ദർശനങ്ങൾ ബോധ്യപ്പെടാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ അതാണ് സത്സംഗം പോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സാണ് ഇവിടെ പായ, വഞ്ചിയുടെ പായ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സാകുന്ന പായ നമ്മൾ നിവർത്തിക്കെട്ടണം. അവിടെ പിന്നെ സങ്കുചിതമായ അവസ്ഥയിൽ അത് ചുരുട്ടിക്കെട്ടി അകത്ത് വെക്കരുത്. കാര്യം അനുകൂലമായ കാറ്റ് മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന പായ നമ്മൾ നിവർത്തിക്കെട്ടണം. അങ്ങനെ നിവർത്തിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയാകുന്ന അമരം പതുക്കെ ഒരു അമരത്തിലിരുന്നു കൊണ്ട്, ബുദ്ധിയാകുന്ന അമരത്തിലിരുന്നു കൊണ്ട്, അമരം മെല്ലെ പിടിച്ചുകൊണ്ട്, അമരത്തിലിരുന്ന് സാധാരണ തോണിക്കാരൻ ചെയ്യുന്ന പോലെ അയാളുടെ ആ അമരത്തിലിരുന്നു കൊണ്ട് അയാളുടെ ആ തുഴ ഇങ്ങനെ ബലമായി പിടിക്കും. പക്ഷെ അയാൾ ഒരു സ്ട്രെയിനും അതിനകത്ത് എടുക്കുന്നില്ല. ഈ കടലിൻ്റെ അലകടലിൻ്റെ ആ ഘോരമായ തിരയെക്കുറിച്ച് ഒന്നും ഈ വഞ്ചിക്കാരനപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യാകുലതകളുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയമൊന്നുമില്ല. കാരണം ആ അനുകൂല സാഹചര്യത്തിൽ പായ നിവർത്തിക്കെട്ടിയാൽ ആ കാറ്റിനനുസരിച്ച് ആ അമരത്തിരുന്നു കൊണ്ട് ആ പങ്കായം പിടിച്ചുകൊണ്ട് മെല്ലെ ഇങ്ങനെ ചാഞ്ഞിരുന്നു കൊണ്ട് അയാൾ ആ വഞ്ചിയെ മുന്നോട്ട് നയിക്കുന്നു. വെറുതെ നയിക്കുകയല്ല ചെയ്യുന്നത്, അപ്പോഴയാൾ ഒരു പ്രവൃത്തി കൂടെ ചെയ്യും. അതാണ് രസകരമായിട്ട് ഭഗവാൻ പറയും. അയാൾ എന്തു ചെയ്യും? ഉടനെ തന്നെ അയാളൊരു ബീഡിയോ സിഗരറ്റോ അല്ലെങ്കിൽ പുക വലിക്കാനുള്ള എന്തെങ്കിലും തയ്യാറാക്കി അയാൾ ആ പുക ഊതി വിട്ടുകൊണ്ടിരിക്കും. അപ്പം പുക വലിച്ചുകൊണ്ടാണ് ഈ സംസാര സാഗരത്തിലാണ് ആ വഞ്ചി പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് ആ അനുകൂലമായ കാറ്റ് വന്നപ്പോൾ ആ പായ വിരിച്ചു കെട്ടി ആ അമരത്തിന് തുഴയൊന്നും വേണ്ട, വെറുതെ അമരത്തിരുന്ന് ആ തുഴയൊന്ന് ഇങ്ങനെ ചലിപ്പിച്ച് വെറുതെ പിടിച്ചുകൊണ്ട് ബലത്തിൽ പിടിച്ച് ഇങ്ങനെ കക്ഷത്ത് വെച്ച് പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ അയാൾക്കെന്ത് ചെയ്യും? അയാളുടെ രണ്ട് കൈയും ഫ്രീ ആണ്, അയാളുടെ മനസ്സ് ഫ്രീ ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് അയാൾ ഒരു ബീഡി എടുത്ത് കത്തിച്ച് പുകവലിക്കും. എത്ര ആശ്വാസകരമായൊരു രംഗമാണ് അവിടെ ഭഗവാൻ ചിത്രീകരിച്ച്, ഒരു ചിത്രം പോലെ നമ്മളിത് കണ്ടാൽ മതി. ഇതിനെ ഒരു സെല്ലുലോയിഡിൽ ഒരു ചലച്ചിത്രം പോലെയോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് പോലെയോ നമ്മളൊന്ന് കണ്ടു നോക്കും. അത്രയും സിമ്പിളാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആ സഞ്ചാരപഥം. ആ വഞ്ചിക്കാരൻ ഇരുന്ന് വളരെ അവധാനതയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വളരെ വിശ്രമാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ വഞ്ചിയെ നയിക്കുന്ന പോലെ നയിക്കേണ്ട കാര്യമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ഭഗവാൻ അതവിടെ അവതരിപ്പിച്ചു കൊടുത്തത്. ഇത്രയും കേട്ടപ്പോൾ ഈശാനന് ഒരുവിധം കാര്യം മനസ്സിലായി. അങ്ങനെ ഈശാനൻ യാത്രയാകുക. ഈശാൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈശാനന് കാര്യമെല്ലാം ക്ലിയറായി. ഈശാനൻ യാത്രയായി എന്നും പറഞ്ഞ് ഈശാൻ്റെ സംശയവും പിന്നെയും തീരുന്നില്ല, പിന്നെയും ഈശാനൻ സംശയമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ആ സന്ദർഭത്തിൽ ഈശാനൻ യാത്രയായി. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അടുത്തിരിക്കുന്ന മാസ്റ്റർ മഹാശയന് ഒക്കെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ആ മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത് എന്ന്. കാരണം ഈ പറയുന്ന കഥയെല്ലാം കേട്ടിട്ട് അടുത്തിരിക്കുന്ന മാസ്റ്റർ മഹാശയനോട് നീ എന്താണ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ കെങ്കേമത്തം കണ്ടോ എന്നുള്ള അർത്ഥമല്ല അത്. എന്നെക്കുറിച്ച് നീ എന്താണ് നിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പം മാസ്റ്റർ പറഞ്ഞത്, അങ്ങ് സരളനും അതേസമയം ഗംഭീരനും, അങ്ങേ അറിയാൻ വലിയ പ്രയാസം, അങ്ങേ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അങ്ങേ മനസ്സിലാക്കാൻ
വളരെ പ്രയാസം. ഈ മാസ്റ്റർ മഹാശയൻ്റെ ഈ ഒരു കമൻ്റ് കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചു. അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 9-ാമത്തെ അധ്യായത്തിൽ സാധനാക്രമത്തിൻ്റെ സരളതയെക്കുറിച്ചാണ് ഭഗവാൻ വിവരിച്ചത്. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ അപ്പോഴേക്കും ദിവസം മാറി. 1883 നവംബർ 26 തിങ്കളാഴ്ച. 1883 നവംബർ 26 തിങ്കളാഴ്ച മറ്റൊരു ദിവസമാണ്. ഇവിടെ നേരത്തെ ഈശാനൊക്കെയാണ് സംഭാഷണം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ബ്രഹ്മസമാജത്തിൻ്റെ അംഗങ്ങളാണ് സംഭാഷണത്തിൽ. കാരണം ഇവിടെ ഇപ്പോൾ നേരത്തെ ദക്ഷിണേശ്വരത്ത് വച്ചായിരുന്നു, ഇപ്പോൾ അത് മാറി സിന്ദൂര്യാപ്പടി എന്ന ആ മണിമല്ലികൻ്റെ വീട്ടിൽ, സിന്ദൂര്യാപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മണിമല്ലികൻ എന്ന് പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെ ഒരു സമുന്നതനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബ്രഹ്മസമാജത്തിൻ്റെ വാർഷിക ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അർദ്ധവാർഷിക ഉത്സവമാണ് സാധാരണ ഈ സിന്ദൂര്യാപ്പടിയിലെ വീട്ടിൽ. അപ്പോൾ ഇതിനു മുമ്പ് 6 മാസം മുമ്പുള്ളൊരു വാർഷികോത്സവം നമ്മൾ വായിച്ച് കടന്നുപോയതാണ്. ഇവിടെ ഇപ്പോൾ അടുത്ത ഒരു വാർഷികം വരികയാണ്. കാര്യം 82 കഴിഞ്ഞുള്ള, അതായത് 83-ൻ്റെ ഇതിപ്പോൾ നവംബറായി. അപ്പോൾ തുടക്കത്തിലായിരുന്നു 83 തുടക്കത്തിലൊരു വാർഷികോത്സവം നടന്നു. 82-ൻ്റെ അവസാനം ഒരു വാർഷികോത്സവം നടന്നു. അപ്പോൾ ആ വാർഷികോത്സവത്തിനെ കുറിച്ചാണ് നമ്മൾ മുൻപ് ചർച്ച ചെയ്തത്. ഇപ്പോൾ അത് വീണ്ടും അടുത്ത അർദ്ധവാർഷികം വരുന്നത് ഈ സന്ദർഭത്തിലാണ്, 83-ലാണ്. അപ്പോൾ അത് ബ്രഹ്മസമാജത്തിൻ്റെ വാർഷികോത്സവം നടക്കുന്നു. ചിത്പൂർ റോഡിൽ മേലെ കിഴക്ക് വശത്ത് ഹാരിസൺ റോഡ്, നാൽക്കവല. വളരെ കൃത്യമായിട്ട് ആ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടെ മാതള നാരങ്ങയും ആപ്പിളും ഒക്കെ വിൽക്കുന്ന ആപ്പിൾ മുതലായ പഴക്കടകൾ ഉള്ളതിൻ്റെ അവിടെ നിന്ന് നടന്ന് ആ കടകളുടെ എല്ലാം വടക്ക് വശത്ത്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വായിക്കുമ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ അനുസരിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ സിന്ദൂര്യാപ്പടിയിലെ മണിമല്ലികൻ്റെ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ സഞ്ചരിക്കുന്ന തരത്തിലാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ ഈ രംഗം വർണ്ണിച്ചിരിക്കുന്നത്. ആ ആരാധനാസ്ഥലം ഇന്ന് ആനന്ദപൂർണമായിരിക്കുകയാണ്. അതാണ് അവിടെ ചർച്ച. ഇനി അവിടെയാണ് അടുത്ത ചർച്ച വരുന്നത്. അവിടെ ഈ ചർച്ച ചെയ്തതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് നമുക്കിനി അവിടെ അറിയാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രധാനമായി ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഈ സിന്ദൂര്യാപ്പടിയിലെ മണിമല്ലികൻ്റെ വീട്ടിൽ നടക്കുന്ന വാർഷിക ഉത്സവത്തിൻ്റെ ചടങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ലീലാമൃതത്തിൽ അത് വിവരിക്കുന്നുണ്ട്. കാരണം ഈ സന്ദർഭത്തിലാണ് ശാരദാനന്ദ സ്വാമികൾ ശരത്ത് ആദ്യമായിട്ടല്ല, ഭഗവാനെ അവിടെ ചെന്ന് കാണാനായിട്ട്, ഈ സിന്ദൂര്യാപ്പടിയിൽ ചെന്ന് കാണാനായിട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ ലീലാമൃതത്തിൽ വിവരിക്കുന്നുണ്ട്. വളരെ രസകരമാണ് ആ ഭാഗം. ഈ ലീലാമൃതമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമ്മളിത് ഈ ഭാഗം, ഈ വചനാമൃതത്തിലെ ഈ ഭാഗവും ലീലാമൃതത്തിൻ്റെ ഭാഗവും തമ്മിലൊന്ന് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലീലാമൃതത്തിൽ അത് വരുന്നത് ലീലാമൃതം നോക്കട്ടെ. അതെ, ലീലാമൃതത്തിൽ ആ ഭാഗം വരുന്നുണ്ട്. 1883 നവംബർ 26. ലീലാമൃതത്തിലും അതേ ഡേറ്റാണ്, തിങ്കളാഴ്ച, അതേ ഡേറ്റ് അതേ. അപ്പോൾ ശാരദാനന്ദ സ്വാമികൾ പറയുന്നതാണ്, അക്കാലത്ത് ശാരദാനന്ദ സ്വാമികൾ അവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ, കൽക്കട്ടയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുന്ന സന്ദർഭമായിരുന്നു. ഇതിന് മുന്നേ 2-3 തവണ ദക്ഷിണേശ്വരത്ത് പോയി ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 83 നവംബർ 26 തിങ്കളാഴ്ച എന്തോ കാരണം കൊണ്ട് അന്ന് കോളേജിന് അവധിയായിരുന്നു. അപ്പോൾ കോളേജിന് അവധിയായതുകൊണ്ട് എന്നാൽ ഒന്നുകൂടെ ശ്രീരാമകൃഷ്ണദേവനെ ഒന്ന് കണ്ടേക്കാം എന്ന് ധരിച്ച് ഒരു തോണിയിൽ കയറി നേരെ ഒരു സുഹൃത്തും ഒന്നിച്ച്, അത് 2 പേരും കൂട്ടുകാരൻ ഒന്നിച്ച് അവിടെ പോവുകയാണ്. ഇവിടെ ശാരദാനന്ദ സ്വാമികൾ അവിടെ, അന്ന് സ്വാമിയല്ല, കോളേജിൽ പഠിക്കുന്ന പയ്യനാണ് ശരത്. അപ്പോൾ ആ കോളേജിലേക്ക് ദക്ഷിണേശ്വരത്തേക്ക് പോവുകയാണ്.
ഒരു വള്ളത്തിൽ കയറി പോവുകയാണ്. അപ്പോൾ വഴിയിൽ ആ പോകുന്ന വഴിക്ക് വൈകുണ്ഠനാഥ് സന്യാലിനെയും കൂടെ ആ വള്ളത്തിൽ ഒന്നിച്ച് കണ്ടു. അങ്ങനെ പോകുന്നു. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി ചെന്നപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ എവിടെയോ യാത്ര ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, അപ്പം നിങ്ങൾ ഇന്നും വന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടെ നിങ്ങൾ വൈകിയിരുന്നെങ്കിൽ എന്നെ ഇവിടെ കാണാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇന്ന് കൽക്കട്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വചനാമൃതത്തിൽ കാണുന്ന 1883 നവംബർ 26 ഇവിടെ സിന്ദൂര്യാപ്പടിയിലെ ഭാഗം, അധ്യായം 10 ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ ലീലാമൃതത്തിൽ അതിന് തൊട്ട് മുമ്പുള്ള രംഗം വിവരിക്കുകയാണ്. അതായത് ഇവരവിടെ ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പോകുന്ന കാര്യം പറയുന്നു. എന്നിട്ട് മണിമല്ലികൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും അഡ്രസ്സും ഒക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഒരു മുണ്ടുടുത്ത യുവാവ്, മെലിവില്ലാതെ വെളുപ്പ് നിറത്തിൽ ചുവന്ന മുണ്ടുടുത്ത ഒരു യുവാവ് മുറിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ യുവാവിനോടാണ് പറഞ്ഞത്, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, മണിമല്ലികൻ്റെ വീട്ടിൽ നമ്പർ ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ, വീടിൻ്റെ നമ്പർ, ആ വീടിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കൂ. എന്നിട്ട് യുവാവ് വിനയത്തോടുകൂടി അതിന് ഉത്തരമായിട്ട് പറഞ്ഞു, 81 ചിത്പൂർ റോഡ്, സിന്ദൂര്യാപ്പടി. ഇവിടെയും അത് മണിമല്ലികൻ്റെ വീട്ടിൽ സിന്ദൂര്യാപ്പടിയിലെ ചിത്പൂർ റോഡിന് മേലെ കിഴക്ക് വശത്ത് ഹാരിസൺ റോഡ്, നാൽക്കവല. മാഷമഹാശയൻ കുറേ കൂടെ ആ സ്ഥലത്തെ കുറേ കൂടെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും കൂടെ ഇവിടെ ഇട്ടു. ഇവിടെ ദക്ഷിണേശ്വരത്ത് എന്നുള്ള പറയുമ്പോൾ അത്രയും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ചിത്പൂർ റോഡിലാണ്. ആ ചിത്പൂർ റോഡിലെ 81ാമത്തെ വീട്ടിലാണ് സിന്ദൂര്യാപ്പടിയിലുള്ള ആ സിന്ദൂര്യാപ്പടി എന്നാണ് പറയുന്നത്. ഇതിന് അവിടുത്തെ 81ാം നമ്പർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് യുവാവ് വളരെ വിനയത്തോടുകൂടി ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു, ഇപ്പോൾ ശാരദാനന്ദ സ്വാമികൾ, ഈ വന്ന ചെറുപ്പക്കാർ വിചാരിച്ചു ഇത് ആ ക്ഷേത്രത്തിലെ ഏതോ പൂജാരിയുടെ മകനായിരിക്കും, ശാന്തിക്കാരുടെ മകനായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ 2 മാസക്കാലം കഴിയവേ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇരുന്ന് എഴുതി പുറത്തു വരുന്ന അയാളുമായി സംസാരിച്ചപ്പോഴാണ് ഞങ്ങളുടെ ധാരണ തെറ്റായിരുന്നു എന്ന് മനസ്സിലായത്. അന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഏതോ പൂജാരിയുടെ മോനാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ടൈമിൽ, എക്സാമിനേഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കഴിഞ്ഞ് ഈ ആളെ തന്നെ വീണ്ടും കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ ആളുടെ പേര് ബാബുരാമൻ എന്നാണെന്ന്. അതായത് പിന്നീട് പ്രേമാനന്ദ സ്വാമികളായി മാറിയ ബാബുരാമൻ. താരകേശ്വരത്തിനടുത്ത് ആൺപൂരിൽ ആൺപൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ പറഞ്ഞു. നമുക്ക് അതിൽ പ്രാധാന്യമില്ല ആ പറയുന്ന കാര്യത്തിൽ. എന്നാലും ആ വിഷയം നമ്മളിവിടെ ഒരേ സന്ദർഭത്തിൽ വരുന്ന, ലീലാമൃതത്തിലും വചനാമൃതത്തിലും ഒരേപോലെ വരുന്ന ആ സന്ദർഭത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ പ്രധാന വിഷയം ഇവിടെ കടന്നു വരുന്നത് ഈ സിന്ദൂര്യാപ്പടിയിലെ ഈ മണിമല്ലികൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പം അത് ബ്രഹ്മസമാജം അംഗങ്ങളുമായിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെ മാർഗത്തെക്കുറിച്ച് ഇനി എങ്ങനെയാണ് അടുത്ത ഈശാനുമായിട്ട് ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അടുത്ത വെർഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇപ്പം ഇവിടെ വിജയകൃഷ്ണ ഗോസ്വാമിയോടും മറ്റു ഭക്തന്മാരോടുമൊക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ സിന്ദൂര്യാപ്പടിയിൽ അപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമി വന്നിട്ടുണ്ട്, മറ്റ് ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ തരത്തിൽ ഉള്ള ഒരു ഉത്സവത്തിൻ്റെ എല്ലാ പ്രതീതികളും ഉള്ള ആ ഒരു ഘട്ടമായിട്ട് ആ വീടിൻ്റെ പരിസരം മാറിക്കഴിഞ്ഞു. അതേസമയം അത് ലീലാമൃതത്തിൽ അത് വളരെ വിപുലമായ കാര്യം. ഇവരവിടെ ചെന്നപ്പോൾ ഈ അഡ്രസ്സും മേടിച്ചുകൊണ്ട് ശാരദാനന്ദ സ്വാമികൾ, അതായത് ശരത്തുമൊക്കെ കൂടെ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ആ സിന്ദൂര്യാപ്പടിയിൽ ഈ പറഞ്ഞ ചിത്പൂർ റോഡിൽ നിറച്ചും ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർക്ക് ആ സിന്ദൂര്യാപ്പടിയിൽ ആ വീടിനകത്തോട്ട് കയറാൻ പോലും പറ്റാത്ത വിധം തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുക. ഭഗവാൻ അതിനകത്തുണ്ട്. ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. നോക്കണം, ഇതൊരു ബ്രഹ്മസമാജത്തിൻ്റെ ആഘോഷമാണെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഒരു ഭഗവാന്റെ ആഗമനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് മാറുന്നത് ഈ ബ്രഹ്മസമാജംകാരുടെ കാര്യത്തിൽ പോലും. അപ്പം അത്രയും തിരക്കാണ്. എന്നിട്ട് ഈ വന്ന ഈ കുട്ടികൾ ശരത്തും മറ്റുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആ വീടിൻ്റെ മണിമല്ലികൻ്റെ വീടിൻ്റെ പിൻവശത്തൂടെയുള്ള വഴി കൂടെ കയറി, ഏതോ കോണിപ്പടി വഴിയൊക്കെ കയറി അടുക്കള വഴിയൊക്കെ ഇറങ്ങിയൊക്കെയാണ് ഒരുവിധം ആ ഹാളിലേക്ക് എത്തി നോക്കാൻ പറ്റുന്നത്. അതുപോലെ ജനം.
ആകാംക്ഷയോടുകൂടി നിർനിമേഷരായി ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ ആ സത്സംഗത്തിൽ ഏർപ്പെട്ടു. എന്തൊരു മനോഹരമായൊരു കാഴ്ചയായിരിക്കും അത്. അപ്പോൾ അവിടെ വിജയകൃഷ്ണ ഗോസ്വാമി ഒക്കെ അവിടെ പ്രധാന റോള് വിജയകൃഷ്ണ ഗോസ്വാമിയൊക്കെയാണ്. അത് ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളാണല്ലോ ആ സമയത്ത്. സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ, അതായത് നമ്മുടെ കേശവചന്ദ്രസേനുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞുണ്ടായ ഇത്. ഈ സന്ദർഭത്തിനൊരു ചെറിയ പ്രത്യേകതയുള്ളത്, കേശവചന്ദ്രസേൻ്റെ ബ്രഹ്മസമാജമായിട്ട് തെറ്റിപ്പിരിഞ്ഞ്, അതായത് കേശവചന്ദ്രസേൻ്റെ മകളുടെ വിവാഹം സംബന്ധിച്ച തർക്കങ്ങളും, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മകളെ വിവാഹം ചെയ്യിപ്പിച്ചു എന്നുള്ള ബ്രഹ്മസമാജത്തിൻ്റെ നിയമത്തിന് വിരോധമായി അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് കേശവചന്ദ്രസേനൻ മകളെ ഒരു വിവാഹം ചെയ്യിച്ചു എന്നുള്ള ആ ഒരു ആക്ഷേപത്തെ തുടർന്നാണ് ബ്രഹ്മസമാജം വീണ്ടും സാധാരണ ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ് കേശവചന്ദ്രസേൻ്റെ നവവിധാൻ ബ്രഹ്മസമാജത്തിൽ നിന്ന് പിരിഞ്ഞ് സാധാരണ ബ്രഹ്മസമാജം ഉണ്ടാകുന്നതും. ഈ സാധാരണ ബ്രഹ്മസമാജത്തിന് വിജയകൃഷ്ണ ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നതും. ആ നേതൃത്വം നൽകി വന്ന് വിജയകൃഷ്ണ ഗോസ്വാമിയുടെയും അവസ്ഥ മാറി. ഭഗവാനോടുള്ള ആ അടുപ്പം കൂടി ഈ സാധാരണ ബ്രഹ്മസമാജത്തിനകത്തും പ്രശ്നമായി. കാര്യം ഭഗവാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഉപദേശത്തിൻ്റെ ആ ഉപദേശം എന്താണെന്ന് ബോധ്യപ്പെട്ട ബ്രഹ്മസമാജത്തിലെ വിജയകൃഷ്ണ ഗോസ്വാമിയെ പോലുള്ള ആളുകൾ ഭഗവാന്റെ ഭക്തരായി മാറുന്നൊരു സാഹചര്യത്തിൽ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ എന്നല്ല, ബ്രഹ്മസമാജത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന് മറ്റു ചിലർ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഭയപ്പെട്ടിരുന്നവരിൽ ഒരാളാണ് ശിവനാഥ ശാസ്ത്രികൾ. അതാണ് ഇവിടെ ശിവനാഥ ശാസ്ത്രികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ വന്നപ്പോൾ, ഈ സിന്ദൂര്യാപ്പടിയിലെ വീട്ടിൽ ഈ വാർഷികോത്സവത്തിന് വന്നപ്പോൾ ഭഗവാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ആട്ടെ ശിവനാഥൻ വരുമോ, എങ്ങനെയാണെന്ന് ചോദിച്ചു. ശിവനാഥൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു, ഇല്ല, ഇന്ന് അദ്ദേഹത്തിന് പല ജോലിയുണ്ട്, വരാനൊക്കില്ല എന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് പിന്നീട് നമ്മുടെ ലീലാമൃതത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശിവനാഥൻ ഈ സിന്ദൂര്യാപ്പടിയിലെ ബ്രഹ്മസമാജത്തിൻ്റെ അർദ്ധവാർഷിക ഉത്സവമാണെന്ന് ആലോചിക്കണം. ആ ബ്രഹ്മസമാജത്തിൻ്റെ ഉത്സവത്തിന് അതിൻ്റെ ആചാര്യസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ശിവനാഥൻ വന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് വന്നില്ല? അത് ഇതിനകത്ത് ലീലാമൃതത്തിൽ അത് വിവരിക്കുന്നുണ്ട്. ശിവനാഥ ശാസ്ത്രി സമാജത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിനെ രക്ഷിച്ചു എന്നാണ് ഇതിനകത്ത് എഴുതി തുടങ്ങുന്നത്. ശിവനാഥ ശാസ്ത്രികൾ ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം, സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിനെ രക്ഷിച്ചു എന്ന് പറയുന്നതിന് കാരണം കേശവചന്ദ്രസേനൻ വഴിമാറിപ്പോയി. അപ്പോൾ പിന്നീട് ബ്രഹ്മസമാജത്തെ ലൈവായിട്ട് നിലനിർത്താൻ ശിവനാഥ ശാസ്ത്രികൾ അതിനെ രക്ഷിച്ചു. മുമ്പ് പലതവണ ശിവനാഥൻ ശ്രീരാമകൃഷ്ണദേവന് സമീപം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റൊക്കെ നടന്നതിനൊക്കെ മുമ്പ് ശിവനാഥ ശാസ്ത്രികളും വിജയകൃഷ്ണ ഗോസ്വാമിയൊക്കെ സ്ഥിരമായി ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വന്നുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തോട് നല്ല ഭക്തിയും ശ്രദ്ധയും ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണനും ശിവനാഥനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഭഗവാനും ശിവനാഥനോട് വലിയ സ്നേഹമായി. അതുകൊണ്ടാണല്ലോ ചോദിച്ചത് ശിവനാഥൻ വരുമോ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. പക്ഷേ വിജയകൃഷ്ണൻ ഗോസ്വാമിക്ക് ആധ്യാത്മിക ദർശനങ്ങളിൽ മനം മാറ്റമുണ്ടായതും, നോക്കൂ, വിജയകൃഷ്ണ ഗോസ്വാമിയാണ് ഇതിൻ്റെ ആചാര്യസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആൾ, സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ. ആ ആളിലുണ്ടായ മനം മാറ്റവും സമാജം വിട്ടുപോകാൻ ഇടയായതും എന്ന് വിചാരിച്ച അന്ന് തൊട്ട് ശിവനാഥ ശാസ്ത്രികൾ ഒരു തീരുമാനമെടുത്തു. ശിവനാഥൻ എടുത്ത തീരുമാനം, ഇനി ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ പോകുന്നതല്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവനോടുള്ള ഭക്തിയില്ലായ്മ കൊണ്ടോ വിശ്വാസമില്ലായ്മയോ കൊണ്ടല്ല. മറിച്ച് ഈ നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ സാധാരണ ബ്രഹ്മസമാജത്തിൽ
ചേർന്നിട്ടുണ്ടായിരുന്നുവെന്നും ആലോചിക്കണം. നരേന്ദ്രനും രാഖാലും തുടങ്ങിയ പിന്നീട് സന്യസ്ത ശിഷ്യന്മാരായിത്തീർന്ന യുവാക്കളെല്ലാം ഈ ബ്രഹ്മസമാജത്തിൽ ഉണ്ടായിരുന്നു എന്നും കൂടെ ഓർക്കണം. അപ്പോൾ ഈ അതിൻ്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന പ്രമുഖനായ നേതാവ് കേശവചന്ദ്രസേനൻ സമാജം വിട്ടുപോയി. അതോടൊപ്പം അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വന്ന ആള് വിജയകൃഷ്ണ ഗോസ്വാമിയും ഏതാണ്ട് വിട്ടുപോയി ഈ സന്ദർഭത്തിൽ. അപ്പോൾ പിന്നെ ശേഷിക്കുന്ന ആളുകൾ വല്ലാത്ത അവസ്ഥയിലാവും ബ്രഹ്മസമാജത്തിൻ്റെ. അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സാധാരണ സമാജത്തിൽ ചേർന്നിരുന്നുവെങ്കിലും സ്വാമിജി കൂടെ കേശവൻ്റെ സമീപവും ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്നിധിയിലും പോകാറുമുണ്ട്. അതായത് നരേന്ദ്രൻ ഈ സാധാരണ ബ്രഹ്മസമാജത്തിൽ ഇരിക്കെ തന്നെ കേശവചന്ദ്രസേനൻ്റെ അടുത്തും പോകും, ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തും വരും, ഈ രണ്ടിടത്തും വരും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഡലിമയിൽ നിൽക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ ശിവനാഥ ശാസ്ത്രികൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് വീണ്ടും ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് പോയി എന്നറിഞ്ഞാൽ ശേഷിക്കുന്ന ആ ബ്രഹ്മസമാജത്തിൽ നിൽക്കുന്ന ആളുകൾക്കും അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ശിവനാഥ ശാസ്ത്രികൾ ശ്രീരാമകൃഷ്ണദേവൻ ഉള്ള സ്ഥലത്തേക്ക് ഒരിക്കലും വരാതിരിക്കുന്നത്. മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ, അല്ലാതെ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള അവിശ്വാസമോ ശ്രീരാമകൃഷ്ണദേവനോടുള്ള അപ്രിയമോ ഒന്നും ശിവനാഥനില്ല. മറിച്ച് താനിപ്പോൾ തൽക്കാലം ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മസമാജത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ നിലവിലുണ്ടായിരുന്ന അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാരഥന്മാരെല്ലാം അത് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ശേഷിക്കുന്ന ബ്രഹ്മസമാജ അംഗങ്ങളെ നിലനിർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ശിവനാഥൻ ഏറ്റെടുത്തപ്പോൾ താൻ കൂടി ഇനി ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ തനിക്കും ആ വഴിക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് ശിവനാഥന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ശിവനാഥൻ ഈ ഭഗവാൻ ഇപ്പോൾ നമ്മളിവിടെ വായിക്കുന്ന ഈ ഭാഗത്ത് സിന്ദൂര്യാപ്പടിയിൽ ശ്രീരാമകൃഷ്ണദേവൻ വന്നപ്പോൾ ഇവിടെ വരാതിരുന്നത്, ഈ ഭാഗത്തേക്ക് വരാതിരുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, ശിവനാഥനെ കണ്ടാൽ എനിക്ക് വളരെ ആനന്ദമാണ്. കാരണം അദ്ദേഹം ഭക്തിരസത്തിൽ നിമഗ്നനാകുന്നു എന്ന് മാത്രമല്ല, അനേകം ആളുകൾ കാര്യമായിട്ട് എണ്ണുകയും മാനിക്കുകയും ചെയ്യുന്നവരിൽ നിശ്ചയമായും ഈശ്വര ശക്തി കുറച്ചുണ്ട്. ശിവനാഥൻ സാധാരണക്കാരനല്ല, ഈശ്വര ശക്തി ഉള്ളവനാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം. ശിവനാഥനൊരു വലിയ ദോഷം വാക്കിന് വ്യവസ്ഥയില്ല എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഒരു കമൻ്റ് പറഞ്ഞത്. ശിവനാഥന് വാക്കിന് വ്യവസ്ഥയില്ല. കാരണം ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലും ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലും വരാമെന്ന് ഏറ്റിട്ട് പിന്നെ ശിവനാഥൻ വന്നില്ല. അതാണ് വാക്കിന് വ്യവസ്ഥതയില്ല എന്ന് പറഞ്ഞത്. ഇതേ വാക്കിന് വ്യവസ്ഥതയില്ല എന്ന് മറ്റൊരാളെക്കുറിച്ചും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറും വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഭഗവാൻ അതിനെ നമ്മൾ നോക്കൂ, ഈ രണ്ട് ആസ്പെക്റ്റിൽ എടുത്തല്ല, ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് വരാം എന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണം എടുക്കാം, നിങ്ങൾ എങ്ങനെ വേണേൽ പെരുമാറാം, അതിനൊന്നും തർക്കമില്ല ഭഗവാൻ. പക്ഷെ വരാം എന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. ആ വാക്ക് പാലിക്കണം. വാക്കിന് വലിയ വിലയുണ്ട്. അല്ലാതെ ഒഴിവഴുക്കാൻ പറ്റില്ല. വരാം എന്ന് പറഞ്ഞ് പിന്നെ വരാതിരിക്കുക, അത് മാത്രം ഭഗവാൻ ഒരിക്കലും അത് അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭഗവാൻ ഒരിക്കലും ഒരിടത്ത്, ഈ രണ്ടു പേരുടെ കാര്യത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്ന അപ്രിയം ഇത് തന്നെയാണ്. വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. ഇപ്പം ഈശ്വര സന്നിധാനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. അതാണ് ഭഗവാൻ നിഷ്കർഷിക്കുന്ന. നമ്മളെല്ലാം ഈ ഭഗവാനെക്കുറിച്ച് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് സാധന ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വലിയ കൃത്യമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ പറയുന്ന വാക്ക്, കൃത്യമായ ഒരു നിഷ്കർഷ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ വാക്കിന് ആ വാക്കിന് വില വേണം. അതാണ് ഇവിടെയും ഭഗവാൻ ഈ ശിവനാഥ ശാസ്ത്രികളുടെ കാര്യത്തിലും
പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെക്കുറിച്ച് ഭഗവാൻ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ആ സന്ദർഭം വരുന്നത്. ഈ ശിവനാഥ ശാസ്ത്രികളുമായിട്ട് വരുന്ന സന്ദർഭം ലീലാമൃതവും വചനാമൃതവും തമ്മിലൊന്ന് കൂട്ടിവെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഈ ഒരു സാഹചര്യത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, നേരത്തെ എങ്ങനെയാണത് ഇതിനെ ഈ ഒരു ഘടനയിൽ പറഞ്ഞു വച്ചത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴികളെക്കുറിച്ച് ആണ് തുടങ്ങി വെച്ചത്. നമ്മൾ ഇന്ന് തുടങ്ങി വെച്ച ഭാഗം അതാണ്, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴികളെക്കുറിച്ചാണ്. അതാണ് ഈശാനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ കടന്നു വന്ന് അവസാനം ഈ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ ഭഗവാൻ ഇതിൽ അധ്യായം 11 എത്തുമ്പോൾ ഈ ബ്രഹ്മസമാജ ആൾക്കാർ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസാരികളായ നമുക്ക് വേറെ വഴിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നമുക്കൊരു മാർഗം? ഈശ്വര സാക്ഷാത്കാരത്തിന് ഞങ്ങൾക്ക് എന്താണ് മാർഗം? അപ്പോൾ സംസാരികൾക്ക് വഴിയൊന്നുമില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കുറച്ചു നാൾ ഏകാന്തത്തിൽ സാധന ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് പറ്റുന്ന തരത്തിൽ നേരത്തെ പറഞ്ഞ താന്ത്രിക വഴികളിലും വൈദിക വഴികളിലും ഉണ്ടാകുന്ന ആ കടുപ്പമേറിയ സാഹചര്യത്തെ ഒരു സാധാരണക്കാർ എന്ന നിലയിലുള്ള ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് എത്രമാത്രം കഠിനമാണ് ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞ അതിനൊരു സൊല്യൂഷൻ കൊടുത്തതാണ്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ്? അല്ല, സാധാരണ സംസാരികളായ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഏകാന്തത്തിൽ പോയിരിക്കണം. അത് ഒരു ദിവസമായാലും കുഴപ്പമില്ല. ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ, ഒരു ദിവസമെങ്കിലും, അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം, ഇപ്പോൾ മാസത്തിൽ ഒരു ദിവസം. ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, അത് ഒരു ദിവസമെന്നോ ഒരു മാസമെന്നോ ഒരാഴ്ചയെന്നോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു മിനിമം ഒരു ദിവസം. ഇപ്പോൾ മാസത്തിൽ ആണെന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ ആഴ്ചയിലൊന്നാണെന്ന് എടുക്കാം. കൂടുതൽ ഫലപ്രദമായി ചെയ്യാൻ നമ്മൾ ആഴ്ചയിലൊന്നെന്ന് എടുക്കാം. ഇതല്ല, മാസത്തിലൊന്നോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ എങ്ങനെ ആയിക്കോളും, ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഏകാന്തത്തിൽ പോയി ഇരിക്കണം. ഏകാന്തത്തിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഏകാന്ത സ്ഥലത്തേക്ക് പോകാനല്ല, അവിടെ ഉണ്ടാകേണ്ട മനോഭാവം, ആ ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിൽ, ആ സാധനയുടെ സന്ദർഭത്തിൽ ആ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ട മനോവിചാരം എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് ഒഴിച്ചു നിർത്തുക. ഈശ്വരനല്ലാത്ത ഒന്നിലേക്കും എനിക്ക് ബന്ധമില്ല എന്നൊരു തീരുമാനം എടുക്കുക. അപ്പം ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ആ ഒരു ദിവസം നമ്മളെ വിഡ്രോ ചെയ്യുന്നു. ഇതിനെയാണ് ഏകാന്തവാസം എന്ന് പറയുന്നത്. എനിക്കാരുമില്ല, ഈശ്വരൻ തന്നെ എൻ്റെ സർവസ്വം. എനിക്കിനി ഒന്നുമില്ല, ആരുമില്ല, ഈശ്വരൻ തന്നെയാണ് എൻ്റെ സർവസ്വം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ജ്ഞാനത്തിനും ഭക്തിക്കും വേണ്ടി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഒരു ദിവസമെങ്കിലും എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്തിട്ട് ഒരേ ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്തിട്ട് ഒന്നും ലൗകികമായി നമ്മൾ തുടർന്നു കൊണ്ടുവന്ന എല്ലാം ഒരു ദിവസത്തേക്ക് അവധി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഭഗവാനോട് പറയുന്നു, അങ്ങ് മാത്രമാണ്, മറ്റൊന്നും എനിക്ക് ഇല്ല. കുറഞ്ഞ പക്ഷേ ആ ഒരു ദിവസമെങ്കിലും എനിക്ക് ആരുമില്ല, ഞാനും ഭഗവാനും മാത്രം. എന്നിട്ട് കരഞ്ഞുകൊണ്ട്, ജ്ഞാനത്തിനും ഭക്തിക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മറ്റ് സാങ്കേതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് ജ്ഞാനത്തിനും ഭക്തിക്കും വേണ്ടി. ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന ജ്ഞാനം, ഭക്തി എന്ന് പറയുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന ഭക്തി. അല്ലാതെ ജ്ഞാനവും ഭക്തിയും മറ്റൊരുപാട് കെട്ടുപാടുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങ് മാത്രമേ എനിക്കുള്ളൂ എന്ന ജ്ഞാനം, അങ്ങ് മാത്രമേ എനിക്കുള്ളൂ എന്ന ഭക്തി, ഈ രണ്ടിനും വേണ്ടി ഈശ്വരനോട്
കരഞ്ഞ് അപേക്ഷിക്കുക എന്ന് മാത്രമാണ് ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ഇതാണ് അവിടെ ബ്രഹ്മസമാജ അംഗങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശം. അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിനി അടുത്ത ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഉപദേശം നമുക്കിനി അടുത്ത ദിവസം അത് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. ഈ ഭാഗം വായിച്ചിരുന്നതല്ലേ നേരത്തെ? അതെ അതെ അതെ. രണ്ട് ആസ്പെക്റ്റിലും ഇത് ഈശാനോട് പറഞ്ഞതും ഇവിടെ ബ്രഹ്മസമാജംകാരോട് രണ്ടുപേരോടും പറഞ്ഞത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം. വളരെ സിമ്പിൾ, വളരെ സിമ്പിളാണ്. അതെ. അതിന് പകരം നമ്മൾ എന്തെല്ലാമാണ് വൈദികവും താന്ത്രികവുമായ എല്ലാത്തിൻ്റെയും പിന്നാലെ കിടന്ന് എന്തെല്ലാം സർക്കസാണ്. ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി. അയ്യോ. നമസ്തേ നമസ്തേ നമസ്തേ. നാമം ജപിക്കാം, നാമം ജപിക്കാം. എല്ലാവർക്കും നമസ്കാരം.